ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റിയുടെ സെമസ്റ്റർ 3 FYUGPയുടെ കേരള സ്റ്റഡീസ് ഹിസ്റ്ററി ആൻഡ് സൊസൈറ്റി എന്ന സബ്ജക്റ്റിലെ മോഡ്യൂൾ 1 പ്രിസ്ക്രൈബ് ടെക്സ്റ്റ് സംബന്ധിക്കുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് ഇത്. റിലേറ്റഡ് വീഡിയോസിൻ്റെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ. ആളുകളുടെയും വർക്ക്സിൻ്റെയും സ്പെല്ലിംഗ് ടെക്സ്റ്റിൽ നിന്നും ഡിഫറൻ്റ് ആയി കണ്ടേക്കാം. ട്രാൻസ്ലിറ്ററേഷൻ സിമ്പിൾസ് അറിയാത്തവർക്ക് ടെക്സ്റ്റിലെ സ്പെല്ലിംഗ് ഡിഫിക്കൽട്ട് ആകാം എന്നതുകൊണ്ടാണ് അത്. ഈ ടെക്സ്റ്റ് രാജൻ ഗുരുക്കളും രാഘവ വാര്യരും ചേർന്ന് എഴുതിയ ഹിസ്റ്ററി ഓഫ് കേരള പ്രീ ഹിസ്റ്ററി ടു ദ പ്രസന്റ് എന്ന ബുക്കിൽ നിന്നും എടുത്തതാണ്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ആയ ലാൻഡ്സ്കേപ്പ്, സോഴ്സസ് ആൻഡ് ഹിസ്റ്റോറിയോഗ്രഫിയിലെ ലാൻഡ്സ്കേപ്പ്, സോഴ്സസ്, ആർക്കിയോളജിക്കൽ റിമെയിൻസ്, ആർക്കൈവൽ മെറ്റീരിയൽ, പിന്നെ ലിറ്റററി സോഴ്സസ് എന്നിവയാണ് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള സബ്സെക്ഷൻസ്. അതിൽ ലാൻഡ്സ്കേപ്പ്, സോഴ്സസ്, പിന്നെ ആർക്കിയോളജിക്കൽ റിമെയിൻസ് എന്നിവ പാർട്ട് 1 വീഡിയോയിൽ കവർ ചെയ്തതാണ്. ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആർക്കൈവൽ മെറ്റീരിയൽസും ലിറ്റററി സോഴ്സസുമാണ്. ആദ്യം ആർക്കൈവൽ മെറ്റീരിയൽ. പലതരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പ്രിസർവ് ചെയ്യുന്ന ഡോക്യുമെന്റ്സിനെയും ആർട്ടിഫാക്ട്സിനെയുമാണ് ടിപ്പിക്കലി ആർക്കൈവൽ മെറ്റീരിയൽ എന്ന് പറയുക. മിഡീവൽ പീരീഡ് തൊട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ് കൂടുതലും കണ്ടെത്തിയിട്ടുള്ളത്. അന്നത്തെ പല ട്രാൻസാക്ഷൻസിൻ്റെയും ഡീഡ്സിൻ്റെയും ഓലക്കരണങ്ങൾ അഥവാ പാം ലീഫ് റെക്കോർഡ്സ് കിട്ടിയിട്ടുണ്ട്. പല ഹൗസ് ഹോൾഡ്സിൻ്റെയും ഡെയിലി അക്കൗണ്ട്സ് അഥവാ നാൾ വഴികളും ഉണ്ട്. എക്സാമ്പിൾ വന്നേരി ഗ്രന്ഥാവരി, കൂത്താളി ഗ്രന്ഥാവരി, ഗുരുവായൂർ ടെമ്പിൾ റെക്കോർഡ്സ്, കവളപ്പാറ റെക്കോർഡ്സ് തുടങ്ങിയവ. കേരളത്തിലേക്ക് വന്ന കോളനൈസേഴ്സിൻ്റെ ഗവൺമെൻറ് റെക്കോർഡ്സ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനികളുടെ പ്രൈവറ്റ് റെക്കോർഡ്സ്, തിരുവിതാംകൂറിലെയും സാമൂതിരിയുടെയും കൊട്ടാരങ്ങളിലെ റെക്കോർഡ്സ്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മതിലകം ഗ്രന്ഥാവരി, 1860 പബ്ലിഷ് ചെയ്ത റെക്കോർഡ്സ് ഓഫ് ട്രാവൻകൂർ എന്നിവയും ആർക്കൈവൽ സോഴ്സസിന് എക്സാമ്പിൾസ് ആണ്. 1906 പബ്ലിഷ് ചെയ്ത ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ രാജകൽപ്പന അഥവാ റോയൽ ഓർഡർ അനുസരിച്ച് വി നാഗം അയ്യ എഴുതിയതാണ്. ബ്രിട്ടീഷ് കൊളോണിയൽ പ്രോജക്റ്റിന്റെ ഭാഗമായി കോളനിയിലെ നാടിനെയും നാട്ടുകാരെയും കുറിച്ച് പഠിക്കുന്നതിനായി എഡ്ഗർ തേഴ്സ്റ്റൺ എഴുതി 1909 പബ്ലിഷ് ചെയ്ത ബുക്കാണ് കാസ്റ്റ്സ് ആൻഡ് ട്രൈബ്സ് ഓഫ് സദേൺ ഇന്ത്യ. ഇപ്പോൾ പറഞ്ഞതെല്ലാം ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് ആയിരുന്നു. ഇനി നമുക്ക് ലിറ്റററി സോഴ്സസ് നോക്കാം. ഫസ്റ്റ് സെഞ്ച്വറി സിഇയിൽ നിന്ന് സർവൈവ് ചെയ്യുന്ന കേരളത്തെ റെഫർ ചെയ്യുന്ന 2 വർക്ക്സ് ഉണ്ട്. ഒരു അൺനോൺ മറൈനർ എഴുതിയ പെരിപ്ലസ് ഓഫ് എറിത്രിയൻ സീ, പിന്നെ പ്ലിനി എഴുതിയ ദ നാച്ചുറൽ ഹിസ്റ്ററി. 2nd സെഞ്ച്വറി സിഇയിൽ ടോളമി എഴുതിയ ജിയോഗ്രഫി. 6th സെഞ്ച്വറി സിഇയിൽ കോസ്മസ് എഴുതിയ കോസ്മസ് ഇൻഡിക്കോപ്ലീറ്റസ്. ഇപ്പോൾ പറഞ്ഞതെല്ലാം ഫോറിൻ വർക്ക്സ് ആയിരുന്നു. ഇന്ത്യൻ ലിറ്റററി സോഴ്സസ് തുടങ്ങുന്നത് സംഘകാലത്ത് നിന്നാണ്. അതിൽ മിക്കതും തമിഴ് ഹീറോയിക് പോയംസ് ആയിരുന്നു. സംഘങ്ങളിൽ നടന്നത് ഈ ലിറ്റററി വർക്ക്സിന്റെ കമ്പൈലേഷൻ ആയിരുന്നതിനാൽ സംഘം ലിറ്ററേച്ചർ എന്ന പ്രയോഗം ഒരു മിസ്നോമർ ആണെന്ന ആർഗ്യുമെന്റ് ഉണ്ട് എന്ന കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കട്ടെ. ലേറ്റ് സംഘകാലത്തെ പെരുമാൾമാരിലെ ആൾവാർസ് ആൻഡ് നായനാർസ് ധാരാളം ഡിവോഷണൽ ലിറ്ററേച്ചർ എഴുതിയിരുന്നു. സംഘം ലിറ്ററേച്ചറിലെ പ്രധാനപ്പെട്ട വർക്ക്സ് നോക്കാം. ആദ്യം 8 തൊകൈ മീനിങ് 8 ആന്തോളജീസ്. നാട്ടിണൈ, കുറുന്തൊകൈ, ഐങ്കുരുന്നൂര്, 10 പരിപാടൽ, കളിത്തൊകൈ, അകനാന്നൂറ്, പുറനാന്നൂറ് എന്നിവ. പിന്നെ 10 പാട്ടുകൾ ചേർന്ന 10 പാട്ട്, ചിലപ്പതികാരം, മണിമേഖലൈ എന്ന എപ്പിക്കുകൾ. തമിഴ് ഗ്രാമർ ടെക്സ്റ്റ് ആയ തൊൽക്കാപ്പിയം എഴുതിയത് തൊൽക്കാപ്പിയാർ. 2 തരം കണ്ടന്റ് ആയിരുന്നു അന്നത്തെ തമിഴ് ലിറ്ററേച്ചറിൽ ഉണ്ടായിരുന്നത്. ഇന്റേണൽ ടോപ്പിക് അഥവാ മനസ്സിൻ്റെ ഉള്ളിലെ കഥ പറയുന്ന അകത്തിണൈ, പിന്നെ എക്സ്റ്റേണൽ ടോപ്പിക് അഥവാ ലാൻഡ്സ്കേപ്പ്, സൊസൈറ്റി എന്നിവയുടെ കഥ പറയുന്ന പുറംതിണൈ. ചേര രാജാക്കന്മാരായ കുലശേഖര പെരുമാൾമാരുടെ കഥ പറയുന്നതാണ് 10. ചേരമാൻ പെരുമാളിൻ്റെയും സുന്ദരമൂർത്തിയുടെയും ഡിവോഷണൽ സോങ്സ് വളരെ ഫേമസ് ആയിരുന്നു. ആ കാലത്തായിരുന്നു ചേക്കിലാർ പെരിയ പുരാണം എഴുതിയതും ശക്തിഭദ്രൻ ആശ്ചര്യ ചൂടാമണി എഴുതിയതും. കുലശേഖര ആൾവാരുടെ പെരുമാൾ തിരുമൊഴിയും മുകുന്ദമാലയും ഡിവോഷണൽ വർക്ക്സ് ആണ്. സുഭദ്രാ ധനഞ്ജയം, തപതീ സംവരണം എന്നിവ കുലശേഖരവർമ്മയുടെ കൃതികളാണ്. ശങ്കരനാരായണന്റെ ലഘുഭാസ്കരീയ വ്യാഖ്യ, 'ഒറ്റക്കൂതറുടെ തക്കൈയാഗപ്പരണി,
ചമ്പുക്കൾ, ഉണ്ണിച്ചിരുദേവി ചരിതം, ഉണ്ണുനീലി സന്ദേശം എന്നീ സന്ദേശകാവ്യങ്ങൾ എല്ലാം പെരുമാൾമാരുടെ പീരീഡിലെ അവസാനകാല വർക്ക്സിന് എക്സാമ്പിൾസാണ്. സംസ്കൃതവും മലയാളവും ഇടകലർത്തിയ അന്നത്തെ ലിറ്റററി ലാംഗ്വേജിനെ മണിപ്രവാളം എന്നാണ് പറഞ്ഞിരുന്നത്. അത് പിന്നീട് തുഞ്ചത്തെഴുത്തച്ഛൻ ഉപയോഗിച്ച ഭാഷയിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. ഈ ലിറ്ററേച്ചർ എല്ലാം അതത് കാലത്തെ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ്, ലൈഫ് സ്റ്റൈൽസ്, സോഷ്യൽ സ്ട്രക്ചർ തുടങ്ങിയവയെക്കുറിച്ചുള്ള ഹിൻസ് നൽകുന്നു. ഇനി മിഡീവൽ കാലത്തെ ലിറ്ററേച്ചർ നോക്കാം. 16th സെഞ്ച്വറിയിലെ ചന്ദ്രോത്സവം, കേശവരാമവർമ്മയെക്കുറിച്ചുള്ള രാജരത്നാവലീയം, പെരുമ്പടപ്പ് സ്വരൂപത്തെക്കുറിച്ചുള്ള പടപ്പാട്ട്, കാടഞ്ചേരി നമ്പൂതിരിയുടെ മാമാങ്കം കിളിപ്പാട്ട്, മാമാങ്കത്തെക്കുറിച്ചുള്ള ചാവേർപ്പാട്ടുകൾ, മാർത്താണ്ഡവർമ്മയെക്കുറിച്ചുള്ള അനോണിമസ് റൈറ്ററുടെ മാർത്താണ്ഡ മാഹാത്മ്യം, രാമപുരത്തു വാര്യരുടെ കുചേലവൃത്തം, ആദ്യത്തെ പോർച്ചുഗീസ് ട്രാവലോഗ് ആയ ബുക്ക് ഓഫ് ഡ്യുവാർട്ടെ ബർബോസ, മലബാറിലെ മെഡിസിനൽ പ്ലാന്റ്സിനെ കുറിച്ചുള്ള ഹോർട്ടുസ് മലബാറിക്കസ് എന്നിവ കേരളത്തിൻ്റെ മിഡീവൽ ഹിസ്റ്ററിയിലേക്ക് വെളിച്ചം വീശുന്ന ചില ലിറ്റററി വർക്ക്സ് ആണ്. ഇതുപോലെയുള്ള മറ്റൊരു ലിറ്റററി സോഴ്സാണ് കേരളത്തിലെ ഫോക്ലോർ. തച്ചോളി തറവാടിൻ്റെ കഥ പറയുന്ന വടക്കൻ പാട്ടുകൾ, തെയ്യത്തിനും മുടിയേറ്റത്തിനും ഉള്ള തോറ്റം പാട്ടുകൾ, ക്രിസ്ത്യൻസിൻ്റെ പള്ളിപ്പാട്ടുകൾ, മുസ്ലിംസിൻ്റെ മാപ്പിളപ്പാട്ടുകൾ എന്നിവ എക്സാമ്പിൾസ്. ദ പാസ്റ്റ് ബിഫോർ അസ് എന്ന ബുക്കിൽ റോമില ഥാപ്പർ പറയുന്നത് പോലെ ഇതൊന്നും ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് അല്ലെങ്കിലും ഹിസ്റ്ററിയുടെ ട്രേസസ് അഥവാ അവശേഷിപ്പുകൾ നമുക്ക് ഇവയിൽ കാണാം. ഇനി നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. ആർക്കൈവൽ എന്നാൽ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ്, ആർക്കിടെക്ചറൽ എന്നാൽ ബിൽഡിങ്സ്, ആർക്കിയോളജിക്കൽ എന്നാൽ എക്സ്കവേഷൻസിൽ നിന്നും മറ്റും കിട്ടുന്ന പാത്രങ്ങൾ, സ്റ്റാച്യൂസ്, കോയിൻസ് തുടങ്ങിയവ. ഇവ മൂന്നും തമ്മിൽ തെറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. കമൻറ്റ്സ് ആൻഡ് സജഷൻസ് മെസ്സേജ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ഓൺ ദ ബെൽ ഐക്കൺ ഫോർ മോർ ഓഫ് മൈ വീഡിയോസ്. താങ്ക് യു.